പാൻ എടുത്ത് അതിലേക്ക് ആവശ്യമുള്ള എല്ലാ നട്ട്സും ഇട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ബദാം, കാഷ്യൂ, പിന്നെ വാൾനട്ട്, പിസ്ത സീഡ്സ് വേണമെങ്കിൽ പംകിൻ സീഡ്സ്, അങ്ങനത്തെ ആവശ്യമുള്ള എല്ലാ നട്ട്സും എടുത്തിട്ട് ഒന്ന് ഒരു ക്രാക്കിംഗ് സൗണ്ടൊക്കെ വരുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് 4-5 മിനിറ്റ്സ് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വെച്ച എല്ലാ നട്ട്സും ഒന്ന് കൂളാവാൻ വേണ്ടി എടുത്ത് വയ്ക്കുക. ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരു ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അത് മാറ്റി വെച്ചിട്ട് അതേ ജാറിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഡേറ്റ്സ് ഇട്ടിട്ട്, വേണമെങ്കിൽ അതിന് മുന്നേ ഡേറ്റ്സ് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്തെങ്കിലും മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഈ ഡേറ്റ്സ് ഒന്ന് വീണ്ടും അടിച്ചെടുക്കുക. എന്നിട്ട് ഈ ഡേറ്റ്സും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നട്ട്സിൻ്റെ എല്ലാ മിക്സ്ചറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് ഒരു ബോൾ രൂപത്തിലാക്കിയിട്ട് എടുക്കുക. നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത ഡേറ്റ്സ് ഒരു സ്വീറ്റ്നർ തന്നെയാണ്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു നാച്ചുറൽ സ്വീറ്റ്നറായിട്ട് കുറച്ച് ജാഗ്രി പൗഡറോ ആഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ബോൾ പോലെ ആക്കി കഴിഞ്ഞാൽ നമുക്കിതൊരു എയർടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് അടച്ച് വയ്ക്കാവുന്നതാണ്. നമുക്കിത് ഡെയിലി ഒരു പെർഫെക്റ്റ് ഹെൽത്തി സ്നാക്കായിട്ട് ഡെയിലി ഒരു ബോൾ വീതം കഴിക്കാവുന്നതാണ്. എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക.